ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത 8 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ചും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ഈ മിസ്റ്റേക്കുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ച ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വണ്ടി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗിയർ ഷിഫ്റ്റിംഗ് കുറെ കൂടെ മികച്ച രീതിയിൽ ചെയ്യാനും ഒപ്പം തന്നെ നമുക്ക് ഗിയർ ബോക്സിന് ഒരുപാട് കംപ്ലൈൻ്റ് ഒന്നും വരാതെ ഒരു വാഹനത്തെ പരിപാലിക്കാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഗുണമായെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 8 പോയിന്റ്സ് ഞാൻ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോന്നും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചു തരാം. അതിലെ ആദ്യത്തെ ഒരു പോയിന്റ്, ചിലർ വണ്ടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിന് വരെ സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കാറുണ്ട്. പെട്ടെന്ന് ഒരു നിരപ്പ് റോഡിൽ വണ്ടി കിടക്കുവാണ്, കുഴപ്പമില്ല, സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുത്ത് പോകുന്ന ഒരു മെത്തേഡ് പല ആൾക്കാരും ചെയ്യാറുണ്ട്. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ ഈ ഒരു സെക്കൻഡ് ഗിയറും ഈ ഒരു ഫസ്റ്റ് ഗിയറും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള ടോർക്ക് കുറഞ്ഞ അല്ലെങ്കിൽ പവർ കുറഞ്ഞ ഒരു ഗിയറാണ്. അപ്പം നമ്മളൊരു വണ്ടി നിരപ്പത്തെടുക്കുന്ന ടൈമിൽ വണ്ടിക്ക് ഒരു വെയിറ്റ് ഉണ്ട്, നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ്. അപ്പോൾ ഈ വെയിറ്റ് ഉള്ള ഒരു വണ്ടിയെ നമുക്ക് മൂവ് ആക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് അത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ ഗിയർ ബോക്സ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് ആ ഒരു ലോഡ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വണ്ടിയുടെ ഗിയർ ബോക്സിന് വളരെ വേഗത്തിൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ട് പരമാവധി ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് സെക്കൻഡിൽ എടുക്കരുത്, എപ്പോഴും ഫസ്റ്റ് ഗിയർ കൊടുത്ത് തന്നെ ഒരു വണ്ടി എടുക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഗിയർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റും കൂടെ പറയാം. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, രണ്ടാമത്തെ പോയിന്റാണ് പറയുന്നത്, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഗിയർ ലിവറിൽ കൈ പിടിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യരുത്. പല ആൾക്കാരും എന്ത് ചെയ്യും, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഇത് കൈ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് പിടിച്ചിട്ട് സെക്കൻഡിലേക്ക് ഇടും, തേർഡിലേക്ക് ഇങ്ങനെ ഇടും, ഫോർത്തിലേക്ക് ഇടും, റിവേഴ്സ് ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ റിവേഴ്സ് ഇടും, ഫിഫ്ത്തിലേക്ക് ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഫിഫ്ത്ത് ഇടും. അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ കൈ നല്ല രീതിയിലുള്ളൊരു ബലം കൊടുത്തിട്ടാണ് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ നമ്മൾ പിടിച്ച് ബലം കൊടുത്ത് അത് ഇങ്ങനെ ഫസ്റ്റ് ഇടുന്നു, ഇത് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ സെക്കൻഡ് ഇടുന്നു. അപ്പോൾ നമ്മുടെ കൈക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ഇത് ഈ 2 വിരൽ അല്ലെങ്കിൽ ഒരു വിരൽ കൊണ്ട് ഇതേ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡിലാണ് ഈ ഒരു ഗിയർ ലിവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഇടുമ്പോൾ ഇതേ കൈ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ചിട്ട് ഇതേ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഫസ്റ്റ് ഗിയർ ഇടാം. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ എടുത്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഗിയർ ഇട്ടതിന് ശേഷം, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുത്തതിന് ശേഷം നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് ഫ്രീ ആവുകയാണ്. കാരണം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട ഉടൻ തന്നെ പെട്ടെന്ന് സെക്കൻഡ് കൊടുക്കില്ലല്ലോ, നമ്മൾ വണ്ടിയെ മൂവ് ആക്കിയിട്ടാണ് സെക്കൻഡ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇട്ട് ഇങ്ങനെ എടുക്കുന്നു, നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കുന്നു. അതിനുശേഷം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക, കൈ ഫ്രീ ആക്കി പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് താഴോട്ടിട്ട് നമുക്കിത് സെക്കൻഡ് ഗിയർ എളുപ്പത്തിൽ തെറ്റാതെ ഇങ്ങനെ ഇടാനായിട്ട് കഴിയും. നമ്മൾ ഇങ്ങനെ പിടിച്ച് താഴോട്ട് സെക്കൻഡ് ഇടുന്നതിനേക്കാളും കുറേ കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ ബലം കൊടുക്കുന്നത് ഒക്കെ കുറേ കൂടെ ഒത്തിരി ബലത്തിലൊന്നും കൊടുക്കാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾ സെക്കൻഡിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മെത്തേഡ് അനുസരിച്ച്, അതായത് ഇങ്ങനെ ഇടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, സെക്കൻഡിൽ നിന്ന് നമ്മൾ തേർഡ് ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുക. നിങ്ങൾ നോക്കിക്കേ, അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കൈ പിടിക്കാം. എന്നിട്ട് വണ്ടിക്ക് നമ്മൾ ജസ്റ്റ് മൂവ് ആക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ ഇതേ ഇങ്ങനെ തേർഡ് ഇടുക. അപ്പോൾ നമുക്ക് ഒരുപാട്
ആയാസമില്ലാതെ, അതായത് ഒരുപാട് നമ്മൾ ബലമൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാതെ നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഇടാം. ഇങ്ങനെ ഇടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഈ ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ തേർഡ് ഗിയർ ഇട്ടു. തേർഡ് ഗിയർ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കൈ എടുത്ത് സ്റ്റിയറിംഗ് വെക്കുന്നു. നമ്മുടെ കൈയൊക്കെ ഫ്രീ ആയി. പിന്നെ അടുത്തൊരു ഗിയർ ഇടുന്നത് ഉടനെ അല്ല, നമ്മൾ ഒരു കുറച്ച് മൂവ്മെൻറ്റ് നൽകിയിട്ട് അടുത്തൊരു ഗിയർ ഇടുള്ളൂ. അപ്പോൾ ഫോർത്തിലേക്ക് ഇടുന്ന സമയത്തും ഇങ്ങനെ പിടിച്ച് ഗിയർ ഇടുന്നതിന് പകരം ഇങ്ങനെ പിടിച്ച് ഗിയർ ഇടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കുക, നമുക്ക് കുറച്ചും കൂടെ ബലമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ കൈയൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിടണം. അപ്പോൾ അതിലും നല്ലത് എന്താണ്, ഈ ഒരു രീതി കൈ പിടിച്ചിട്ട് താഴോട്ട് ഇടുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇത് നോക്കുക, നമ്മൾ വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. കണ്ടോ, നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഫിഫ്ത്തിലേക്ക് ഇടുമ്പോഴും ഈ ഒരു മെത്തേഡിൽ തന്നെ കൈ പിടിക്കുക. ഇങ്ങനെ പിടിക്കുക, ഫസ്റ്റ് ന്യൂട്രൽ വരുന്നു, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുക. ഇങ്ങനെ ഇച്ചിരി ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്ത്ത് ഗിയർ ഈസി ആയിട്ട് ഇടാനായിട്ട് കഴിയും. ഇനി നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്ന ടൈമിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു മെത്തേഡ് ജസ്റ്റ് ന്യൂട്രൽ ആക്കുക, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് താഴോട്ട് ഇടുക. അപ്പോൾ നമുക്ക് റിവേഴ്സ് ഇടാം. ഇനി വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു പോയിൻ്റാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം. പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല. ഇതിപ്പോൾ ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം ഞാനിവിടെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി നിർത്തുന്നു. കൃത്യമായിട്ട് ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. ഞാനിതേ ഫസ്റ്റ് ഗിയറിലേക്ക് ആദ്യം ഇടുന്നു. ഇപ്പോൾ ഓൾറെഡി എൻ്റെ കാല് ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ ഗിയറിലല്ല വണ്ടി കിടക്കുന്നത്. ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിൽ എഞ്ചിനും ഗിയർ ബോക്സും പിടുത്തമില്ലാത്ത രീതിയിൽ ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതായത് ഒരു ന്യൂട്രൽ അവസ്ഥയിലാണ് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകണം. ഇപ്പോൾ ഒരു നിരപ്പ് റോഡായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ചിടുന്നു. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി ആദ്യം വണ്ടിക്ക് പിടുത്തം വന്നിരിക്കുന്നത് ഹാൻഡ് ബ്രേക്കിലാണ്, ഗിയർ പിടുത്തമായിട്ടില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് വണ്ടി ഒന്ന് ഓഫ് ചെയ്യുക. വണ്ടിയുടെ എൻജിൻ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. ഇപ്പം നമുക്ക് വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ളൊരു പിടുത്തം വന്നിരിക്കുന്നത് ഹാൻഡ് ബ്രേക്കിലാണ്. ഗിയറുമായിട്ട് അത്രയധികം ഒരു പിടുത്തം ഓൾറെഡി വന്നിട്ടില്ല. അപ്പം നമ്മളൊരു വണ്ടി ഒരു കയറ്റത്തൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഹാൻഡ് ബ്രേക്കിലും രണ്ടാമത് ഗിയറിൻ്റെ പിടുത്തത്തിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ലോഡ് നമ്മുടെ ട്രാൻസ്മിഷൻ, അതായത് ഗിയർ ബോക്സിലേക്ക് വന്നിട്ട് ഗിയർ ബോക്സ് താങ്ങുന്നില്ല. നമ്മുടെ ഹാൻഡ് ബ്രേക്കാണ് ആ ഒരു ലോഡിനെ ആദ്യം പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹാൻഡ് ബ്രേക്കിൽ ഇട്ടതിന് ശേഷം ഗിയറിലിട്ട് വണ്ടി എപ്പോഴും പാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി അടുത്തൊരു പോയിന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് നമ്മൾ ഗിയർ യൂസ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഗിയർ സ്കിപ്പിംഗ് നിങ്ങൾ ഒഴിവാക്കുക. അതായത് ഗിയർ ഷിഫ്റ്റിംഗ് അല്ല പറയുന്നത്, ഗിയർ സ്കിപ്പ് ചെയ്ത് ഓടിക്കുന്നത് ഒഴിവാക്കുക. പല ആൾക്കാരും അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റിലെടുത്തു, വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് എനിക്ക് ഫസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് തേർഡിലേക്ക് ഇടാം. ഇപ്പോൾ റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ വണ്ടി ഈസി ആയിട്ട് നമുക്ക് തേർഡ് ഗിയറിൽ ഇപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഞാനിങ്ങനെ തേർഡിൽ പോകുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ചെറിയൊരു കയറ്റം വന്നു. ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഡയറക്റ്റ് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ കയറ്റം കയറുന്നു. ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ നിന്ന് തേർഡിലേക്ക് സ്കിപ്പ് ചെയ്തു, അതായത് സെക്കൻഡ് ഗിയർ ഒഴിവാക്കി തേർഡിലേക്ക് ഇട്ടു. തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഒരു കയറ്റം വന്നപ്പോഴത്തേന് ഫസ്റ്റ് ഗിയറിലേക്ക് സ്കിപ്പ് ചെയ്തു. ഇതൊരു റോങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മളിങ്ങനെയുള്ള ഗിയർ സ്കിപ്പിംഗ് ചെയ്യുന്നത്. നമുക്ക് ഇത് കൃത്യമായിട്ട് ഒരു ബാലൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് വണ്ടിക്ക് നല്ലൊരു ഫസ്റ്റ് ഗിയറിൽ മൂവ്മെൻറ്റ് നൽകിയിട്ട് സെക്കൻഡ് ഗിയറിൽ പോകുന്നതിന് അനുപാതികമായിട്ടുള്ള ഒരു റണ്ണിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷെങ്കിൽ ഒരു നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ അത് ചെയ്യാറില്ല. കാരണം എപ്പോഴും നമ്മളുടെ വാഹനത്തിന് ക്രമത്തിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഏറ്റവും മികച്ച രീതിയിൽ നമുക്കൊരു വാഹനത്തെ ഓടിക്കാനായിട്ട് സഹായകരമാകുന്നത്. അത് കൂടുതൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിന് ക്രമത്തിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഗിയർ ഇടുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഒഴിവാക്കുക. അതിന് ഒന്ന് രണ്ട് ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങുകയാണ്. കൃത്യമായിട്ടും നമ്മളിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങുന്നു. റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങി ഇങ്ങനെ വരുന്നു. അതിനുശേഷം ഇറക്കം കൂടിയ റോഡാണ്. നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് തന്നെ സെക്കൻഡിലേക്ക് ഇടാം. വണ്ടിക്ക് മൂവ് ആക്കുന്നു, ലൈറ്റ് മൂവ്മെൻറ്റ് നൽകുക, തേർഡിലേക്ക് ഇടാം. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. കാരണം ഇവിടെ നമുക്ക് അത്യാവശ്യം ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് തന്നെ ഇത് ഫോർത്ത് ഗിയർ വരെ വന്നത്. ഞാനിവിടെ ഫിഫ്ത്ത് ഇട്ടില്ല. ഇനി ഫിഫ്ത്ത് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആയതിനു ശേഷം നമ്മളിത് ഫിഫ്ത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഇവിടെ ചെയ്യാൻ കഴിയും. ഫിഫ്ത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് വണ്ടിക്ക് ഒരു തരത്തിലുള്ള വൈബ്രേഷനും ഉണ്ടാകുന്നില്ല. നല്ല രീതിയിലുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ്
രീതിയിലാണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഇനി ഇവിടെ ഒരു മുന്നിലൊരു വളവ് വരുന്നത് അഡ്വാൻസ് ആയിട്ട് 5th നിന്ന് 4th ഗിയറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ നമ്മൾ മുന്നോട്ട് 5th ഗിയറിൽ തന്നെ പോകാൻ നോക്കുന്നില്ല. കാരണം പോയി കഴിഞ്ഞാൽ ചെറിയ വളവും തിരിവായതുകൊണ്ട് വണ്ടിക്കുള്ളിൽ വൈബ്രേഷൻ ഉണ്ടാകും, ആ ഗിയറിൽ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ 4th ഇങ്ങനെ പോവാണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇവിടെ ഇതിങ്ങനെ 4th പോകാം. എന്നാൽ ഇവിടെ മുന്നോട്ട് വരുന്ന സമയത്ത് ചെറിയൊരു വളവും കയറ്റവും മുന്നിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് അഡ്വാൻസ് ആയിട്ട് 4th നിന്ന് 3rd ഇടുന്നു, 3rd ഗിയറിലേക്ക് ഇടുന്നു. ഈ ഒരു വളവിലേക്ക് വരുന്നു. വളവ് വന്നിട്ട് ഇവിടെ എനിക്ക് കാല് കൊടുക്കുമ്പോൾ വണ്ടിക്ക് ഇച്ചിരി മൂവ്മെൻറ്റ്സ് കുറവ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ഡയറക്റ്റ് 3rd നിന്ന് 2nd ഗിയറിലേക്ക് ഇടുന്നു. പെട്ടെന്ന് പതിയെ തന്നെ ക്ലച്ചിൽ നിന്ന് കാലയച്ചപ്പോൾ വണ്ടിക്കുള്ളിൽ ജെർക്കൊന്നും ഇല്ലാതെ നമുക്കിത് 2nd ഗിയറിൽ സ്മൂത്തായിട്ട് കയറി വരാനായിട്ട് കഴിയുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 3rd ഗിയറിൽ കയറി വരാം. കയറി വരുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ചെറിയൊരു വൈബ്രേഷനൊക്കെ ഉണ്ടാകും, ചെറിയൊരു അടിപ്പുണ്ടാകും. അത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഗിയർ ഇടുന്ന സമയത്ത് അത് ഒരിക്കലും ഒരു നല്ല ശീലമല്ല. നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് 2nd ഇട്ട് കയറാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും റോഡിൽ നിന്ന് സ്ട്രെയിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വീണ്ടും ഇങ്ങനെ 3rd ഗിയറിലേക്ക് ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പരമാവധി അനാവശ്യമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങളൊന്ന് ഒഴിവാക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കും. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഒട്ടുമിക്ക ആൾക്കാർ ചെയ്യുന്ന ഒരു പോയിൻ്റാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ കൈ ഇതേ ഗിയർ ലിവറിലുണ്ട്. വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു, 2nd ഗിയറിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, 3rd ഇടുന്നു. ഇപ്പോൾ എൻ്റെ കൈ നിങ്ങൾ നോക്കുക, ഗിയർ ലിവറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ അനാവശ്യമായിട്ട് ഗിയർ ലിവറിൽ കൈ റെസ്റ്റിനായിട്ട് വെക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിവിടെ റെസ്റ്റിനായിട്ട് ഇങ്ങനെ ഗിയർ ലിവറിൽ വെച്ചേക്കാണ്. ഇതൊരിക്കലും ഒരു നല്ല ഡ്രൈവിംഗ് ഹാബിറ്റും അല്ല. നമ്മളിങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മളുടെ ഗിയർ ലിവറിന് ഇതിനോടനുബന്ധപ്പെട്ട മറ്റു പാർട്സുകൾക്ക് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഗിയർ ലിവറിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചെങ്കിൽ പോലും ഒരുപാട് ബലം നിങ്ങൾ ലിവറിൽ കൊടുക്കരുത്. നമ്മൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കൈ വെക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. പക്ഷെങ്കിൽ ഇവിടെ നമ്മളൊരു ഹാർഡായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ബലമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവറിനും ഗിയർ ബോക്സിനും ഒക്കെ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഒരു കാരണവശാലും നിങ്ങൾ ഗിയർ ലിവറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഗിയർ ഇടരുത്. പ്രത്യേകിച്ച് വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണിത്. കാരണം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലിവറിലേക്ക് നോക്കുന്ന ആ ഒരു ടൈം കൊണ്ട് വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് നമ്മുടെ നോട്ടം എപ്പോഴും റോഡിലായിരിക്കണം. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഗിയർ ഏത് പൊസിഷനിലാണെന്ന് നമ്മൾ ഡ്രൈവിങ്ങിൽ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഗിയർ ഇടാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ വണ്ടി 3rd ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ 3rd ഗിയറിൽ പോകുന്ന സമയത്ത് നമുക്കൊരു 4th ഗിയറിലേക്ക് ഇടണം, അല്ലെങ്കിൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകണം. എൻ്റെ കാലിത് മെല്ലെ ബ്രേക്ക് പെഡലിലേക്ക് വരികയാണ്. അപ്പോൾ ഞാനിവിടെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തത് ഈ സ്റ്റിയറിംഗ് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു കൊടുത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിക്കൊണ്ട് ഇവിടെ 2nd ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ വലത്തെ കൈ കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ സ്റ്റിയറിങ്ങിനെ ഒന്ന് ബാലൻസ് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം 2nd ഗിയറിൽ പോകുന്ന സമയത്ത് നമുക്ക് 3rd ഇടണം. 3rd ഇടുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ജസ്റ്റ് വണ്ടിക്കൊന്ന് മൂവ്മെൻറ്റ്സ് ആക്കുക, റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പം റോഡ് സ്ട്രെയിറ്റ് ആണ്, സ്റ്റിയറിംഗ് ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യുക. ലിവറിലേക്ക് നോക്കാതെ നമ്മൾ കൃത്യമായിട്ടും റോഡിൽ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഗിയർ എടുക്കുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതെ ഇടാൻ കഴിയും. ഇപ്പം മുന്നമേ ഒരു വളവ് വരുന്നു, ഒരു കയറ്റം വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് കൃത്യമായിട്ടും ഉറപ്പ് വരുത്തിയതിന് ശേഷം വളവിന് മുന്നേ തന്നെ ഗിയർ ഡൗൺ ചെയ്ത് 2nd ഇടുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഗിയർ തെറ്റാതെ ഓരോ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ കഴിയും. അപ്പം പ്രധാനമായിട്ട് നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വളവിലും തിരിവിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഒഴിവാക്കിയിട്ട് സ്ട്രെയിറ്റ് റോഡ് ആകുന്ന സമയത്ത് ഗിയർ ഇടുക. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയാലും പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഗിയർ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ ഗിയറിനെ കുറിച്ച് പറയുകയാണ്. അതായത് റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും വണ്ടി പൂർണ്ണമായിട്ടും റണ്ണിങ് നിന്നതിന് ശേഷം റിവേഴ്സിൽ ഇടുക. കാരണം നമ്മളൊരു വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുന്നോട്ടൊന്ന് മൂവ് ആക്കുന്നു, പെട്ടെന്ന് പുറകിലേക്കൊന്ന് തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷമേ റിവേഴ്സ് ഗിയറിലേക്ക് ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. കാരണം മുന്നോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ വീണ്ടും പുറകോട്ട് കറക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വണ്ടിയുടെ റണ്ണിങ് തീർന്നതിന് ശേഷം റിവേഴ്സ് ഗിയർ ഇടുക. അല്ലെങ്കിൽ അങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വണ്ടിക്കുള്ളിലെ ഗിയർ ബോക്സിൻ്റെ പല്ലുകൾ തമ്മിൽ കൂട്ടി ഉരയുന്ന ആ ഒരു ടീത്തിൻ്റെ ഒരയൽ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ പരമാവധി ഒന്ന്
ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്തും ഇത് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു സെക്കൻഡിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് ഏകദേശം നല്ല രീതിയിൽ തീർന്നതിന് ശേഷം മാത്രമേ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാവുള്ളൂ. അത് റിവേഴ്സും ഫസ്റ്റ് വിടുമ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട 8 പോയിന്റ്സ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചു. ഇനി ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഗിയർ ഇടുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിട്ട് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് ഡ്രൈവിങ്ങിൽ വരുന്നുണ്ടെങ്കിൽ പരമാവധി അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. വീഡിയോയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും കമൻറ്റുകളൊക്കെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വായിക്കുന്നത്, എന്നാൽ തീർച്ചയായിട്ടും വായിച്ചിട്ട് അതിനുള്ള റിപ്ലൈകളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിപോലെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.